ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾ പറഞ്ഞതുപോലല്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോധമുണരുന്നത്. ശരിയാണ്, ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, നമ്മളത് വളരെ ലളിതമാണ്. ഒന്നും വേണ്ട, ഒന്നിൻ്റെയും പുറകെ ഓടേണ്ട ഒരു കാര്യവുമില്ല. ഗുരുസന്നിധിയിൽ പോവുക, ഗുരുവാക്ക് അനുസരിക്കുക, അത് കേട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇത് മാത്രം എൻ്റെ പ്രിയ ആത്മബന്ധുക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു. സദ്ഗുരുവേ. ചോദ്യ തീർത്ഥാടനത്തിൻ്റെ ആദ്യ അനുഭവം പങ്കുവെക്കുന്നതിനായി ശ്രീ ശശികുമാർ MD അഡ്വൈസറി കമ്മിറ്റി അംഗത്തെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. പരമകാരുണികനായ ഗുരു, അവിടേക്ക് എൻ്റെ സാദര പ്രണാമം. സർവാദരണീയ പ്രസന്റ് സ്വാമിജി, മറ്റ് വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ, ഗുരുധർമ്മ പ്രകാശ് സഭയിലെ ആദരണീയ സർവാദരണീയ സന്യാസി ശ്രേഷ്ഠരെ, എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമം ഒന്നുകൂടി. ഇത് ഇന്ന് 25ാമത്തെ വാർഷികമാണ് ജന്മഗ്രഹ തീർത്ഥയാത്രയുടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കാൻ ഞാൻ ഒരു 2 മിനിറ്റ് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ഷെഡ്യൂളിലില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സമയം എടുക്കില്ല. എങ്കിലും ഈ സംഭവത്തിൻ്റെ പിന്നിലുള്ള കാര്യം വളരെ സംക്ഷിപ്തമായിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. 1999 ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചു മെയ് 6-ന്. അതിനുശേഷം പ്രസ്ഥാനം വളരെ പ്രത്യേക ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ അന്ന് ശിഷ്യപൂജിത ജനനി ആ ഗുരുസ്ഥാനിയായിട്ട് പരിണമിക്കുന്ന ഒരു ഘട്ടം. തിരുവനന്തപുരത്ത് ഉള്ള വിഷമം കാരണം ജനനി ജന്മഗ്രഹത്തിലേക്ക് വരികയും ഇവിടെ പ്രാർത്ഥനാ സങ്കല്പങ്ങളുമായിട്ട് കഴിയുകയും ചെയ്ത സമയം. മിക്കവാറും എല്ലാ ആഴ്ചയിലും നമ്മൾ വന്നിട്ട് ശിഷ്യപൂജിത ജനനിയെ കാണും, ഇവിടെ പ്രാർത്ഥിക്കും. അങ്ങനെ മടങ്ങുന്ന സമയം 99 ഡിസംബറിലാണെന്നാണ് ഓർമ്മ. ഇവിടുന്ന് യാത്ര കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്ത് ചെന്നപ്പം പോകുന്ന വഴിക്ക് വളരെ ശക്തമായ ഒരു അനുഭവമുണ്ടായി. അത് ഗുരു പ്രത്യക്ഷത്തിൽ വന്ന് ചോദിക്കുകയാണ്, എടാ, ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു, ഗുരു, അത് മക്കയും മദീനയുമാണ്. മക്കയും മദീനയും എന്താണെടാ? ഞാൻ പറഞ്ഞു, ഗുരുവെ, മക്കയും മദീനയും നബി തിരുമേനിയുടെ ജന്മസ്ഥലവും വിശ്രമസ്ഥലവുമാണ്. നബി തിരുമേനി ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു, ഗുരുവെ, അറിയാം. നിൻ്റെ ഗുരു ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു, ഗുരുവെ, അറിയാം. അങ്ങനെയെങ്കിൽ നിൻ്റെ ഗുരു ജനിച്ച സ്ഥാനവും ഗുരു വിശ്രമിക്കുന്ന സ്ഥാനവും ഏത് രീതിയിൽ ആയിത്തീരണമെന്ന് നീ പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യാൻ. അപ്പോൾ ഈ അനുഭവം ഞാൻ ഗുരുവിനെ ശിഷ്യപൂജനെ അറിയിക്കാനായിട്ട് ഫോൺ ചെയ്തു. അന്ന് ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റും. അന്ന് ജന്യടുത്തുണ്ടായിരുന്നത് ധർമാനന്ദ സ്വാമിജി ആയിരുന്നു. ഞാൻ പറഞ്ഞു, സ്വാമിജി, എനിക്ക് ജന്യയോട് സംസാരിക്കണം, ഇങ്ങനെ ഒരു അനുഭവമുണ്ട്, ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഉടൻ തന്നെ ശിഷ്യപൂജ ജന്നി ഫോണിൽ വന്നു. ഞാൻ പറഞ്ഞു, ഗുരുവേ, ഇങ്ങനെ ഒരു അനുഭവമുണ്ട്, അപ്പോൾ എന്നാണ് ഈ ഒരു യാത്ര ചെയ്യേണ്ട ഒരു തീയതി എന്ന് പറയണം. അപ്പോൾ ഗുരു പറഞ്ഞു, അത് അണ്ണൻ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, ഗുരുവേ, നമുക്ക് ഗുരുവിൻ്റെ പക്ക നാളിൽ ഇവിടുന്ന് പോകണമെന്നാണ് ആഗ്രഹം. ഗുരു പറഞ്ഞു, അങ്ങനെ ആകാം. അപ്പോൾ എപ്പോഴ് ഇറങ്ങണം? ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എപ്പോഴിറങ്ങണം? നേരം പറഞ്ഞു, അതും അണ്ണൻ ആലോചിച്ച് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, രാത്രി 12ൻ്റെ ആരാധനയ്ക്ക് ശേഷം ഇറങ്ങിയാലോ? എന്ന് പറഞ്ഞു, അത് വേണ്ട, രാവിലെ 3ൻ്റെ ആരാധനയ്ക്ക് ശേഷം ഇറങ്ങിയാൽ മതി. അങ്ങനെ ആദ്യത്തെ യാത്ര 2000 ജനുവരി 1-നായിരുന്നു. അന്ന് ഞങ്ങൾ 14 പേരുണ്ടായിരുന്നു. ഒരു യൂറോപ്യൻ, അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ല. പിന്നെ പേര് ഓർമ്മയുള്ളത് ശ്രീ കൃഷ്ണപിള്ള സാർ, ശ്രീ തപൻ നന്ദി, കോട്ടയത്തുള്ള ബാബുവണ്ണൻ, ഇങ്ങനെ ആൾക്കാരുടെ പേര് എനിക്ക് ഓർമ്മ. മൊത്തം 14 പേരാണ്. അപ്പം അങ്ങനെയാണ് ഈ യാത്രയുടെ ഒരു ചരിത്രം. അപ്പോൾ ഇത് ഗുരു സാധാരണക്കാരായ ആൾക്കാരെ വലിയ വലിയ കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നുവെന്നും ആ ചെറിയ ആൾക്കാരിൽ കൂടി വലിയ മഹത് കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. പിന്നെ ഈ ഇന്ന് 25 അന്ന് നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്ത് അവിടെ ആൾക്കാരോട് പറഞ്ഞ് നിങ്ങൾ ചന്ദ്രൂരിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മളെ കളിയാക്കിയിരുന്ന ഒരു രംഗമുണ്ട്. എന്ന് ചോദിച്ചാൽ, ചേട്ടൻ്റെ വീട് ചന്ദ്രൂരാണോ? ചേട്ടൻ ചന്ദ്രൂരിലേക്ക് പോകാൻ ഇത്ര താല്പര്യം? പിന്നെ പലരും പിന്നെ ബസ് പിടിച്ച് വരാൻ നേരത്ത് പറയുന്നു, ഇനിയിപ്പം ശാന്തനൻ ഒരു ബസ് മേടിച്ചിട്ടുണ്ടാവും, അതിൽ ആൾക്കാരെ കൂട്ടാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ.
അപ്പം ഇങ്ങനെ സമകാലികമായിട്ട് വലിയ അറിവില്ലാത്തത് കാരണമായിരിക്കും ഇങ്ങനെ പല പ്രതിബന്ധങ്ങളും കളിയാക്കലുകളും നേരിട്ട ഒരു രംഗത്ത് ഇന്ന് വളരെ നിറഞ്ഞ സദസ്സിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന് ഈ മഹത് കർമ്മത്തിൽ ആൾക്കാർ പങ്കുചേരുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് വളരെ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഗുരുവിനോട് ഞാൻ എൻ്റെ സ്നേഹവും എൻ്റെ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ വന്ന എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. ഈ ഗുരുവിൻ്റെ ജന്മഗ്രഹവും ഗുരുവിൻ്റെ വിശ്രമസ്ഥലവും ഈ രീതിയിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന മഹത്തായ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് പരിണമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഒരു അപേക്ഷയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുശ്വർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീമതി സഹീറത്ത് ബിബി, വാർഡ് മെമ്പർ, ശാന്തിഗിരി വാർഡ്. സർവാധികന്യ സ്വാമി, സർവാധികന്യ ജന്നി, അതുപോലെ എല്ലാ ആത്മബന്ധുക്കൾക്കും നമസ്കാരം. നമുക്ക് 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ട. പക്ഷെ നമ്മൾ അനുഭവം പങ്കുവയ്ക്കാനാണ് നമ്മൾ ജന്മഗ്രഹത്തിൽ വന്നത് കേട്ടോ. അപ്പം നമ്മളെ ആത്മബന്ധുക്കളെല്ലാം അന്ന് സദസ്സിൽ നിറഞ്ഞിരുന്നപ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നുന്നു. ഞാൻ ഇത് 4ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ആദ്യം എന്നിവിടെ ഇരുന്നപ്പം കല്ലിടൽ ചടങ്ങിന് ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. 6 വർഷത്തോളം ആവാൻ പോകുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം 3 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കിവിടെ വരുമ്പോഴുള്ള അനുഭവം ഓരോ തവണയും ഞാൻ ഓരോ അനുഭവം പങ്കുവച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് കിട്ടിയ അനുഭവം, ഞാനിവിടെ വന്ന് ജന്മഗ്രഹത്തിൽ വന്ന് മണ്ണിൽ ചവിട്ടിയ എല്ലാവരും പറഞ്ഞ മണ്ണിനെക്കുറിച്ച്, ആ മണ്ണിൽ വന്ന് ചവിട്ടിയതിൻ്റെ അനുഭവം പറയാതെ പോണത് ശരിയല്ല. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ